പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഉൽപ്പത്തിയിൽ ഞാൻ 2-3 പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അത് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അതായത് ഉൽപ്പത്തി 1 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞ് സന്താന സമൃദ്ധിയുള്ളതായി ലോകത്തിൽ പെരുകുന്നതായി. എന്നാൽ ആ സ്ത്രീ എവിടെ പോയി എന്ന് വല്ലവർക്കും അറിയാവോ? ആ സ്ത്രീ പറഞ്ഞത് ആദാമെന്നല്ല, പുരുഷൻ അവനോട് ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് സന്താന സമൃദ്ധിയുള്ളവരായി ജീവിക്കണമെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം വേണം. ആണും പെണ്ണുമായാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ചിന്തിക്കണം. അപ്പോൾ സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, നീ എന്നെ അടിമപ്പെടുത്താൻ നോക്കണ്ട, ഞാനും നിന്നെപ്പോലെ ദൈവത്തിൻ്റെ സമസൃഷ്ടിയാണ്. അതുകൊണ്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. അവൾ പോയി അകലത്തിൽ പോയി. അവിടെ നിങ്ങൾ ചിന്തിക്കരുത് ദൈവം അതുകൊണ്ട് അടങ്ങിയിരുന്നുള്ള പലരെ അയച്ചു, പല ദൂതന്മാരെ അയച്ചു. അവൾ വരാൻ തയ്യാറായതിൻ്റെ ഒടുവിലാണ് ദൈവം ആദാമിന് നിദ്ര വർത്തിച്ച് ഭാര്യയിലൊന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്നത്തെ സ്ത്രീജനം അത് മറന്നുപോയി. പഴയ ആ സൃഷ്ടിയെ അവർ ഓർക്കുന്നത്. അതായത് ആ മനുഷ്യനെ ആണും പെണ്ണുമായി ഉൽപ്പത്തിയിൽ പറഞ്ഞതുപോലെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അന്ന് ആ സ്ത്രീ പറഞ്ഞു പോയ പോലെയാണ് ഇന്നത്തെ സ്ത്രീജനം. മകളെ വേണ്ട, അവിടുന്ന് നിങ്ങളോടൊരു കാര്യം പറയാം. അത് കഴിഞ്ഞും ഉൽപ്പത്തി കഴിഞ്ഞും രാജാക്കന്മാരും അവരിവരൊക്കെ ഉണ്ടായി. അവർക്കൊക്കെ ഭാര്യമാരും വെപ്പാട്ടിമാരും ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ഭാര്യമാരും വെപ്പാട്ടിമാരും എല്ലാം രാജാവിൻ്റെ നിന്നും സംതൃപ്തരായിരുന്നോ? ആയിരിക്കാം. എങ്ങനെ 50-60 ഭാര്യമാരും 400-500 വെപ്പാട്ടികളുള്ളവരെ എങ്ങനെ സംതൃപ്തരാകും? അവരെങ്ങനെ സംതൃപ്തരായി എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ന് അതാണ് ലോകത്ത് നടക്കുന്നത്. സ്ത്രീകൾക്ക് വിവാഹം വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേണ്ട. അത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. മനുഷ്യൻ, അതായത് പുരുഷൻ സ്വാർത്ഥരായതുകൊണ്ടുകൂടിയാണ്. അത് തന്നെയൊക്കെ ഒരു കാരണമായി എടുക്കാനൊക്കത്തില്ല. നമ്മൾ അന്യോന്യം കണ്ടും കേട്ടും അനുസരിച്ചും അനുഗമിച്ചും ജീവിക്കേണ്ടി വരും. അല്ല എങ്കിൽ ജീവിക്കാൻ പ്രയാസമാണ്. ഈ ലോകത്തിൽ നിന്നല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ അന്യോന്യം സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് എവിടെ സ്നേഹമുണ്ട്? ആരോട് സ്നേഹമുണ്ട്? ഇത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, എന്നോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ പഴയ ആദ്യ സൃഷ്ടിയിലേക്ക് പോയിരിക്കുന്നു. മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ച കാലത്തേക്ക് ഉൽപ്പത്തി ആദ്യത്തെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയിരിക്കുന്നു. സ്ത്രീക്ക് പുരുഷനെ വേണ്ട. കാര്യമായി മക്കളെ, എന്തുകൊണ്ട്? എന്നാൽ ഇവർ സ്ത്രീകൾ പുരുഷനെ വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നവരാണോ? ആണെങ്കിൽ എന്നോടൊന്ന് പറയുക. അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം.